ഇന്ത്യക്കാരെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഭീകരാക്രമണത്തിനെതിരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു ഓപ്പറേഷനും ഈ നിമിഷം വരെ പ്രഖ്യാപിച്ചിട്ടില്ല. വർഷം തോറും 17 ലക്ഷം പേരുടെ മരണത്തിനിടയാക്കുന്ന വായു മലിനീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അമിത മദ്യപാനം കൊണ്ട് മരിക്കുന്നവരെക്കാൾ ഏകദേശം 6 ഇരട്ടിയാണ് വായു മലിനീകരണം കൊണ്ട് മരിക്കുന്നവർ. മെച്ചപ്പെട്ട വായു ഗുണനിലവാര സൂചിക 0-നും 50-നും മധ്യയാണെന്നിരിക്കെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇത് ഗുരുതരമായ 421-ലെത്തി. ലോകത്തെ ഏറ്റവും മലിനമായ 20 നഗരങ്ങളിൽ 13 ഇന്ത്യയിലാണെന്നാണ് ആഗോള റിപ്പോർട്ടുകൾ. എന്തുകൊണ്ടാണ് സർക്കാരുകൾ നിഷ്ക്രിയമായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് മരണവക്ത്രത്തിലുള്ള ജനങ്ങളും അതിനെ ഗൗരവത്തിലെടുക്കാത്തത്? 17 മുതൽ 20 ലക്ഷം മനുഷ്യരെ കരിമ്പുക കൊല്ലുന്നത് ഒരൊറ്റ സ്ഫോടനം കൊണ്ടല്ല, ഇന്ത്യ എന്ന തുറന്ന പുകപ്പുരയിലെ മരണവാസത്തിലൂടെയാണ്. ആർക്കും നേരെ വിരൽ ചൂണ്ടരുത്. ചപ്പും ചവറും കൂട്ടിയിട്ട് കത്തിക്കുന്ന നമ്മുടെ വീട്ടുപരിസരം മുതൽ വൻ വ്യവസായശാലകൾ വരെ ഈ വായു മലിനീകരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ടയ്ക്കടുത്ത് ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് തലേന്ന് ശുദ്ധവായു അവകാശമാണെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യ ഗേറ്റിനടുത്ത് പ്രതിഷേധത്തിനെത്തിയവരെ പോലീസ് നീക്കം ചെയ്യുകയായിരുന്നു. പക്ഷേ കരിയില കൂട്ടിയിട്ട് കത്തിക്കുന്നവരോടും കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് കച്ചിയുടെ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നവരോടും നാം അരുതെന്ന് പറയാറില്ല. അങ്ങനെ അതീവ ഗുരുതരമായ കാർബൺ പുറന്തള്ളലിനെതിരെ ഫലപ്രദമായ ഒരു നടപടിയും എടുക്കാത്ത സർക്കാർ ഒന്നാം പ്രതിയും നമ്മളൊക്കെ കൂട്ടുപ്രതികളുമായ ഒരു കുറ്റപത്രമാണ് വായു മലിനീകരണ കേസിൽ തയ്യാറാക്കപ്പെടുന്നത്. ഏതാനും ദിവസം മുൻപാണ് ആഗോളതലത്തിൽ വായു മലിനീകരണം മൂലമുണ്ടാകുന്ന മരണങ്ങളിൽ 70% ഇന്ത്യയിലാണെന്ന ലാൻസെറ്റ് കൗണ്ട് ഡൗൺ ഓൺ ഹെൽത്ത് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ 2025 ഗ്ലോബൽ റിപ്പോർട്ട് പുറത്തുവന്നത്. ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതനുസരിച്ച് ആഗോളതലത്തിൽ പ്രതിവർഷം 25 ലക്ഷം പേർ മരിക്കുന്നു. ഇതിൽ 17.2 ലക്ഷവും ഇന്ത്യയിൽ. വായു മലിനീകരണ മരണങ്ങളിൽ 44% ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം മൂലമാണ്. കൽക്കരിയാണ് മുന്നിൽ. പവർ പ്ലാന്റുകളിലെ കൽക്കരി 2,98,000 മരണങ്ങൾക്ക് കാരണമാകുന്നു. വാഹനങ്ങളിൽ പെട്രോൾ ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന മലിനീകരണം 2,69,000 മരണങ്ങൾക്ക് കാരണമാകുന്നു. 2020-നും 2024-നും മധ്യേ കാട്ടുതീയുണ്ടാക്കിയ മലിനീകരണം പ്രതിവർഷം ശരാശരി 10,200 മരണങ്ങൾക്ക് കാരണമായി. വീടുകളിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളുടെ മലിനീകരണം മൂലം ലക്ഷം പേരിൽ ശരാശരി 113 മരണങ്ങൾക്ക് കാരണമാകുന്നു. 2022 കണക്കുകളാണ് റിപ്പോർട്ട് പരാമർശിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലാണ് ഇത്തരം മരണനിരക്ക് കൂടുതൽ. 2022 ഇന്ത്യയിൽ വായു മലിനീകരണം മൂലമുള്ള അകാല മരണത്തിന്റെ സാമ്പത്തിക നഷ്ടം GDP-യുടെ 9.5% തുല്യമാണ്. 30 ലക്ഷം കോടി. വായു മലിനീകരണത്തിലൂടെ ഇന്ത്യയിൽ 2023 20 ലക്ഷത്തിലധികം പേർ മരിച്ചെന്ന് വായുവിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് വിശകലനം നടത്തുന്ന സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ എയർ 2025 റിപ്പോർട്ടിൽ പറയുന്നു. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം പുക ശ്വസിച്ച് ഉടനെ കുഴഞ്ഞു വീണ ആളുകൾ മരിക്കുകയല്ല, മലിനവായു രോഗങ്ങൾക്ക് കാരണമാവുകയോ രോഗങ്ങൾ ഉള്ളവരെ അതിവേഗം മരണത്തിലേക്ക് നയിക്കുകയോ ആണ്. ഇന്ത്യയിൽ വായു മലിനീകരണം മൂലമുള്ള മരണങ്ങളിൽ 89% ഹൃദയസ്തംഭനം, ശ്വാസകോശാർബുദം, COPD, പ്രമേഹം തുടങ്ങിയവ മൂലമാണെന്ന് കണക്കുകൾ പറയുന്നു. ഇന്ത്യൻ പുകപ്പുരയിലെ ഈ അകാല മരണങ്ങൾ ഒഴിവാക്കാൻ അടിയന്തരമായി സർക്കാർ ഇടപെടുകയും ജനങ്ങൾക്ക് അടിയന്തര നിർദ്ദേശങ്ങൾ നൽകുകയും വേണം. മേഘാലയയിലെ ബർണിഹാട്ട് പട്ടണത്തിലാണ് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം. മലിനമായ തലസ്ഥാന നഗരങ്ങളിൽ ഡൽഹി ഒന്നാമതാണ്. ഫാക്ടറികളും വ്യവസായശാലകളുമാണ് പ്രധാന കാരണം. സർക്കാർ ഇടപെടാതെ അതിന് പരിഹാരമില്ല. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ കൺമുന്നിലാണ് സ്ഥാപനങ്ങൾ മലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തുന്നത്. ജനങ്ങൾ കഴിവതും പൊതുഗതാഗതം ഉപയോഗിക്കുക. വാഹനങ്ങൾ ഉപയോഗിക്കാത്തപ്പോൾ ട്രാഫിക് ബ്ലോക്കിലും സിഗ്നലുകളിലും നിർത്തിയിടുക. വിറക് ഉപയോഗിച്ചുള്ള പാചകം ഒഴിവാക്കുകയോ പുകയുന്നത് ഒഴിവാക്കുകയോ ചെയ്യുക. മാലിന്യങ്ങളോ പ്ലാസ്റ്റിക്കോ കരിയില പോലുമോ കത്തിക്കാതിരിക്കുക. കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. സംസ്കരണ ഉൽപാദന ചെലവ് കുറയ്ക്കാൻ വസ്തുക്കൾ പുനരുപയോഗിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശാസ്ത്രീയമായും നിർബന്ധിതമായും നടപ്പാക്കേണ്ടതാണ്. അകാല മരണത്തിന് ഇനി ചുണ്ടിലൊരു ബീഡിയോ സിഗരറ്റോ വേണമെന്നില്ല, ശ്വാസം എടുക്കുകയേ വേണ്ടൂ.